നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർക്കു വേണ്ടിയായിരുന്നു കണ്ണൂരിലെ പാർട്ടി സഖാവ് പി ദിവ്യയെ കുരിശിലേറ്റിയത്? സോഷ്യൽ മീഡിയയിൽ സഖാത്തിയെ വെളുപ്പിച്ച് കമ്മികളുടെ കൂട്ടം മോങ്ങലാണ്. കണ്ണൂരിൽ കമ്മിണിയുടെ ശിങ്കിടികളുടെ ഈ കരച്ചിൽ കണ്ടാൽ തോന്നും പെട്രോൾ പമ്പ് ദിവ്യയെ രൂപക്കൂട്ടിലെടുത്ത് വെക്കാം, അത്ര പുണ്യാളത്തിയാണെന്ന്. ഇമാതിരി സഖാത്തികളെല്ലാം ചേർന്നാണ് CPM-ന്റെ പെട്ടിയിൽ ആണി അടിച്ചത്. ദിവ്യയ്ക്ക് വേണ്ടി വെളുപ്പിക്കാൻ ഇറങ്ങിയവരെ ഇപ്പോൾ കണ്ണൂരിലെ മറ്റ് സഖാക്കൾ, അതായത് യഥാർത്ഥ സഖാക്കൾ തെറിവിളിച്ച് ഓടിക്കുകയാണ്. കയ്യിലിരിപ്പിനാണ് പദവിയും നഷ്ടപ്പെട്ട് മൂലയിൽ ഇരിക്കേണ്ടി വന്നത്. വീണ്ടും അവർക്ക് വേണ്ടിയുള്ള കരച്ചിൽ പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന നീക്കമാണെന്ന് വലിയ വിമർശനം ഉയരുന്നു. ഈ വിഷയത്തിൽ ആരും കൂടുതൽ പ്രതികരിക്കാൻ നിൽക്കണ്ട എന്നാണ് ഇപ്പോൾ സഖാക്കൾ എല്ലാവരും കൂടി പറയുന്നത്. നവീൻ ബാബു കേസിൽ UDF സർക്കാർ അന്വേഷണം ശക്തമാക്കുമെന്ന് സൂചന വന്നതോടെ പെട്രോൾ പമ്പ് ദിവ്യയെ പൊതിഞ്ഞു പിടിക്കുകയാണ് കണ്ണൂരിലെ ദിവ്യ അനുകൂലികൾ. സോഷ്യൽ മീഡിയയിൽ ഒരറ്റത്തൂടെ അങ്ങ് കരച്ചിലോട് കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. അൻസാഫ് മൊഖേരി പങ്കുവച്ച പോസ്റ്റ് റീപോസ്റ്റ് ചെയ്ത് പോരാളി ഷാജിയും ദിവ്യയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പോരാളി ഷാജി പറയുന്നതൊക്കെ കേട്ടാൽ തോന്നും ദിവ്യ സഖാത്തി പഞ്ചപാവമായിരുന്നു എന്ന്. ആദ്യം നമുക്ക് ഈ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർക്ക് മറുപടി കൊടുക്കാം. ആർക്കു വേണ്ടിയായിരുന്നു കണ്ണൂരിലെ പാർട്ടി സഖാവ് പി ദിവ്യയെ കുരിശിലേറ്റിയത്? വേശ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പൊതുബോധത്തിൽ സഞ്ചരിച്ച MV ജയരാജന്റെ അജണ്ടയോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഉദയഭാനുവിന്റെ താല്പര്യമോ? ഇന്നത്തെ ഈ ദിവസം വരെ സഖാവ് പി ദിവ്യ ചെയ്ത തെറ്റ് പാർട്ടി അണികളോട് പറയാൻ കണ്ണൂരിലെ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കുറ്റം തെളിയും മുന്നേ എന്തിനാണ് പാർട്ടി നടപടി? കൈക്കൂലിക്കാരനെ ചോദ്യം ചെയ്തതാണോ തെറ്റ്? ചില കാര്യത്തിൽ മാത്രം ചിലർ പാർട്ടി എന്ന് പറയും. സത്യത്തിൽ ആരാണ് പാർട്ടി? ഇതായിരുന്നു ആ പോസ്റ്റ്. അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ നോക്കണേ. മാധ്യമങ്ങളാണ് ദിവ്യയെ അങ്ങ് ഇത്തരത്തിൽ വാർത്ത കൊടുത്ത് തൊലപ്പിച്ചത് എന്നാണ് സഖാക്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കൈക്കൂലിക്കാരനെ ചോദ്യം ചെയ്തതാണോ ദിവ്യ സഖാത്തി ചെയ്ത തെറ്റ്? അതാണ് ഈ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമുക്ക് അതിൽ നിന്ന് ഇവർക്കെല്ലാവർക്കുമുള്ള, അതായത് ദിവ്യ അനുകൂലികൾക്കുള്ള മറുപടി കൊടുക്കാം. നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന് നിങ്ങൾ എങ്ങനെ വിധിക്കും? അയാൾ കൈക്കൂലി വാങ്ങുന്നത് നിങ്ങൾ കണ്ടോ? അതോ അയാൾ കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞോ? കാരണം പിണറായി വിജയന്റെ കക്ഷത്തിൽ ആഭ്യന്തരം ഇരിക്കുമ്പോൾ ആയിരുന്നല്ലോ നവീൻ ബാബു കേസിൽ അന്വേഷണം നടത്തിയത്. വിജിലൻസിന് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന്. പിന്നെ എങ്ങനെയാണ് അയാൾ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ അങ്ങ് പറയുന്നത്? പിന്നെ കൈക്കൂലിക്കാരനാണ് നവീൻ ബാബു എങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഈ പ്രശാന്തൻ എന്ന് പറയുന്ന കൈക്കൂലി അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നാണല്ലോ പറയുന്നത്. പ്രശാന്തൻ പി ദിവ്യയ്ക്കാണോ കൊണ്ടുപോയി പരാതി കൊടുക്കേണ്ടത്? നവീൻ ബാബു എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ഇവിടുത്തെ വിജിലൻസ് എന്തിനിരിക്കുകയാണ്? അവർക്കല്ലേ കൊണ്ട് പരാതി കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ നവീൻ ബാബു ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്ന സമയത്ത് കൃത്യം പോലെ വിജിലൻസിന് തൂക്കാമായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല? ഇവർ തന്നെ അങ്ങ് പറഞ്ഞു പരത്തുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന്. എവിടെയും ഈ നിമിഷം വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങിയെന്ന്. മാത്രമല്ല ഇതേ സർക്കാരിന്റെ ഭാഗമായിട്ടിരുന്ന ഓരോരുത്തരും, നവീൻ ബാബുവിനോടൊപ്പം ജോലി ചെയ്ത ഓരോരുത്തരും വെളിപ്പെടുത്തുന്നുണ്ട് നവീൻ ബാബു തെറ്റ് ചെയ്യില്ല, അയാൾ തെറ്റുകാരനല്ല എന്ന്. എന്തിനേറെ മന്ത്രി കെ രാജൻ പ്രതികരിച്ചില്ലേ ഈ വിഷയത്തിൽ? നവീൻ ബാബു അത്തരത്തിലുള്ള ഒരാളല്ല എന്ന്. മന്ത്രിയായിരുന്ന വീണ ജോർജ് ആ ഘട്ടത്തിൽ പ്രതികരിച്ചതാണ് നവീൻ ബാബു അത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല എന്ന്. ആ മനുഷ്യനെ അറിയാവുന്ന ഓരോരുത്തരും പറഞ്ഞു അയാൾ തെറ്റുകാരനല്ല എന്ന്. പിന്നെ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ എന്തിനാണ് വിധിക്കുന്നത്? ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തട്ടെ അയാൾ തെറ്റുകാരനാണെങ്കിൽ. പക്ഷെ ഈ നിമിഷം വരെ അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും ഈ ദിവ്യയെ അങ്ങ് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ആ മനുഷ്യനെ ഇങ്ങനെ വലിച്ചു കീറാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം ഒന്നുമില്ലെങ്കിലും ഈ പാർട്ടി കുടുംബമായിരുന്നില്ലേ ആ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബവും. ഇത്രയും നന്ദികേട്, നീതികേട് ഒരു മനുഷ്യനോട് കാണിക്കരുത്. മറ്റൊന്ന്, ഈ പറയുന്ന ദിവ്യ പി ദിവ്യ, നിങ്ങളുടെ പെട്രോൾ പമ്പ് ദിവ്യ എന്ത് പ്രഹസനമായിരുന്നു അന്ന് കാണിച്ചു കൂട്ടിയത്. കേരളം മുഴുവൻ അത് കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ അങ്ങ് വെളുപ്പിക്കാൻ നിൽക്കരുത്, നാണം കെടും. അധികാരം മുഴുവൻ പോയി ഇപ്പോൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയല്ലേ. ഇതിന്റെ എല്ലാം കാരണക്കാരി
ഈ പറയുന്ന ദിവ്യയും ആര്യയും ഇതുകൂട്ടത്തിലുള്ള ഒരു കൂട്ടം സഖാത്തികളും കൂടിയാണ്. ഇവിടെ ദിവ്യ എന്ന് ചെയ്തത് എന്താണ്? ആ മനുഷ്യന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ആരും വിളിക്കാതെ അവിടെ വലിഞ്ഞു കയറി ചെല്ലുക. വലിഞ്ഞു കയറി ചെന്നിട്ട് അവിടെ ആ കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് മൈക്ക് കിട്ടിയതിന്റെ ആവേശത്തിൽ ആ മനുഷ്യനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുക. ഒരു സാധു മനുഷ്യൻ തിരിച്ച് ഒരക്ഷരം കൊണ്ട് പോലും പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യനെ അങ്ങേയറ്റം ആക്ഷേപിക്കുക. എന്നിട്ട് ഇരുന്നങ്ങ് ചിരിക്കുകയായിരുന്നല്ലോ ഈ പി ദിവ്യ, ഏതാണ്ട് രാക്ഷസിയെ പോലെ. എന്നിട്ടോ ആ വീഡിയോ ചിത്രീകരിക്കാൻ ഒരു ക്യാമറമാനെയും കൂടെ കൊണ്ടുപോകുന്നു. അയ്യോ, ഒന്ന് ഓർത്തു നോക്കണേ, ആ ഒരു നവീൻ ബാബു കൈക്കൂലി വാങ്ങി ഒരു കൈക്കൂലിക്കാരനെ ഞാൻ തുറന്നു കാണിക്കുന്നു എന്ന് കാണിക്കാനുള്ള പട്ടി ഷോ. എന്നിട്ട് ആ വീഡിയോ എടുത്ത് വെച്ച് പ്രചരിപ്പിക്കുന്നു. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതോടെ കളി കാര്യമായി. പി ദിവ്യയുടെ തലയ്ക്ക് മുകളിലാണ് ഇടുത്തി പോലെ വന്ന് വീണത് ആ വിഷയം. ഇതുവരെ തല പൊക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? MLA കസേര നോക്കിയിരുന്ന ആളാണ്. അതായത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉറപ്പായും സീറ്റ് കിട്ടും എന്നൊക്കെ കരുതിയിരുന്ന ആളാണ്. 8 നിലയിൽ അതിനു മുൻപ് തന്നെ പാർട്ടിക്കാർ തന്നെ മൂലയിലേക്ക് അങ്ങ് ഒതുക്കി വെച്ചു. കൂടുതൽ പുറത്തേക്ക് ഇറങ്ങി പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട എന്ന്. അതുകൊണ്ടൊന്നും തീർന്നില്ലല്ലോ. പിന്നീട് ഇങ്ങോട്ട് പി ദിവ്യയുടെ അഹങ്കാരം കേരളം മുഴുവൻ കണ്ടതാണ്. താൻ എന്തോ വലിയ പുണ്യാളത്തിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കയറി ഇരുന്ന് എന്തെല്ലാം പ്രഹസനമായിരുന്നോ കാണിച്ചു കൂട്ടിയത്. ആ മനുഷ്യനെയും കുടുംബത്തെയും വീണ്ടും വീണ്ടും വേട്ടയാടുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. അതിനുകൂടിയുള്ള തിരിച്ചടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമള 8 നിലയിൽ പൊട്ടിയത് സാജന്റെയും ആ കുടുംബത്തിന്റെയും കണ്ണീരും ശാപവുമാണ്. അവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞിരുന്നല്ലോ, PK ശ്യാമളയെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തരുത്, അവർ 16 നിലയിൽ പൊട്ടുമെന്ന്. കാരണം സാജന്റെ വിഷയം ഇപ്പോഴും ഇവിടെ വലിയ പ്രതിഷേധമായി നിൽക്കുകയാണ്. ഇത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും, PK ശ്യാമള അവിടെ തോൽക്കുമെന്ന് സഖാക്കൾ തന്നെ പറഞ്ഞതാണ്. അത് കേൾക്കാതാണല്ലോ MV ഗോവിന്ദൻ അവിടെ കൊണ്ടുപോയി സീറ്റ് അങ്ങ് ഉറപ്പിച്ചത്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും പൊട്ടിയത്. ആ മനുഷ്യന്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്താനായിരുന്നു ഇവർ ശ്രമിച്ചത്. നവീനെയും കുടുംബത്തെയും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊക്കെ MV ഗോവിന്ദൻ ആ വീട്ടിൽ പോയി ചെന്നാണ് ഉറപ്പ് കൊടുത്തത്. എന്നിട്ട് പി ദിവ്യയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. എല്ലാത്തിനും കൂടി ഉള്ളതാണ് നിങ്ങൾ ഇപ്പോൾ മേടിച്ചു കൂട്ടുന്നത്. എന്തായാലും പി ദിവ്യയുടെ ഈ പോസ്റ്റ്, പോരാളി ഷാജി പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ ചില കമന്റുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 2 കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. കള്ള മാധ്യമങ്ങൾ ഒരു MLA ഒരു മന്ത്രി ആകാവുന്ന ആളുടെ ഭാവി കളഞ്ഞു. നോക്കൂ, കോൺഗ്രസ് എല്ലാ അഴിമതി പെൺവിഷയങ്ങൾ നടത്തിയിട്ടുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയോ? വേണ്ട. CPM അത് ചർച്ചയാക്കിയോ? ഇല്ല. എന്തായാലും ഒരു നല്ല സഖാവിനെ ബലിയാടാക്കി പാർട്ടിയും മാധ്യമങ്ങളും. സഖാവ് ആര്യയെയും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ മധുസൂദനൻ, ശ്യാമള ഇവരെയൊക്കെ മത്സരിപ്പിക്കാം. അതായത് കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുകയാണ്, സീറ്റ് കിട്ടാത്തതിലും തോറ്റു തൊപ്പിയിട്ടതിലും ഒക്കെ. എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് ടീംസ് ആണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പാർട്ടിയെ മുച്ചൂടും കുളം തോണ്ടി എന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പറയേണ്ടതില്ലല്ലോ. കൈക്കൂലി വാങ്ങിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നിയമപരമായി നീങ്ങുകയാണോ അതോ പൊതുമണ്ഡലത്തിൽ വിചാരണ ചെയ്യുകയാണോ ചെയ്യേണ്ടത്? ഇന്നും അയാൾ കൈക്കൂലി വാങ്ങി എന്നത് തെളിയിക്കാൻ ഈ പറയുന്ന ദിവ്യയ്ക്ക് പറ്റിയോ? വെറുതെയാണോ നീയൊക്കെ ഒരു കനൽ തരിയാകാൻ പോകുന്നത്? ഇങ്ങനെ 2 കമന്റുകളാണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല ഒന്നാം തരം കമന്റുകളാണ് പി ദിവ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്. ദിവ്യയ്ക്ക് അങ്ങ് അഹങ്കാരമായിരുന്നു. കാരണം അധികാരത്തിലുണ്ട്, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നെ എൻ്റെ പാർട്ടി സംരക്ഷിക്കും എന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവും. എന്നിട്ട് എവിടെ പോയി നിങ്ങളുടെ ഇപ്പോഴത്തെ ആ അഹങ്കാരം? ഒരു സഖാത്തികളെയും പുറത്തേക്ക് കാണാനില്ല. പണി 16-ൻ്റെത് ഓരോന്നോരോന്നായി വരാനിരിക്കുന്നതേ ഉള്ളൂ. പി ദിവ്യയുടെ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കേസ് ഓരോന്നായി UDF സർക്കാരിന്റെ കാലത്ത് കുത്തിപ്പൊക്കിയാൽ പലരും അകത്ത് കിടക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാകുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ കേസ് CBIക്ക് വിടുന്നതിനോ അല്ലെങ്കിൽ കേരള പോലീസിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പുനരന്വേഷണം നടത്തുന്നതിനോ ഉള്ള ആലോചനകൾ സജീവമാകുന്നുണ്ട് എന്നാണ് സൂചനകൾ. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും റാംനിയിലെ നിയുക്ത MLAയുമായ പഴകുളം മധുവാണ് വ്യക്തമാക്കിയത്. ഇതോടെയാണ് ദിവ്യ സഖാത്തിയും CPMഉം അപകടം മണത്തിരിക്കുന്നത്. തങ്ങളുടെ നെഞ്ചത്തോട്ട് പണി വരുന്നുണ്ടെന്ന് ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട്.
നവീൻ ബാബുവിന്റെ നീതിക്കായി പത്തനംതിട്ടയിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന മധുവിന്റെ നിലപാട് CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയ PP ദിവ്യ പ്രശാന്തൻ എന്ന വ്യക്തി ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന്റെ പേരിൽ നവീൻ ബാബുവിനെ പരസ്യമായി അധിക്ഷേപിക്കുകയായിരുന്നു. ഒരു സാധാരണക്കാരനായ പ്രശാന്തന് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രത്തോളം അഭിഭാഷക ചമഞ്ഞതിന് പിന്നിലെ യഥാർത്ഥ കാര്യം എന്താണ്? അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. പിന്നെ ഈ സാധാരണക്കാരനായ പ്രശാന്തന് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ എവിടെ നിന്ന് ഇത്രയും പണം കിട്ടി? അയാൾ ആരുടെയെങ്കിലും ബിനാമിയാണോ? അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പിണറായി വിജയന്റെ കാലത്ത് നീതിയുക്തമായ ഒരു അന്വേഷണം ആ കാര്യത്തിൽ നടന്നിട്ടില്ല. നവീൻ ബാബുവിനെയും കുടുംബത്തെയും ക്രൂശിച്ചുകൊണ്ട് PP ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നു അവിടെ നടന്നത്. പക്ഷേ ഈ കാര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം UDF സർക്കാർ നടത്താൻ തയ്യാറാകണം. കാരണം ആ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബത്തിനും നീതി ഉറപ്പാക്കണം. ഇന്നും നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോൾ CPM-കാർ തന്നെ, ഈ നെറികെട്ട CPM കൂട്ടം തന്നെ പറയുന്നത് അയാൾ കൈകൂലിക്കാരനാണ് എന്നാണ്. ആ കുടുംബത്തിന്, അയാളുടെ ഭാര്യയ്ക്കും 2 പെൺമക്കൾക്കും ഈ സമൂഹത്തോട് തെളിയിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നവീൻ ബാബു തെറ്റുകാരനല്ല എന്ന്. അതിനുവേണ്ടിയാണ് ആ 3 പേർ, അതായത് ഭാര്യയും 2 മക്കളും ഈ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത്ര ചില്ലറക്കാരോടൊന്നും ആയിരുന്നില്ലല്ലോ അവർ ഏറ്റുമുട്ടിയത്, ഈ പ്രസ്ഥാനത്തോടായിരുന്നില്ലേ, പാർട്ടിയോടായിരുന്നില്ലേ. അതുകൊണ്ട് അവർക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കാലയളവിൽ. UDF സർക്കാരിന്റെ കാലത്തെങ്കിലും അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ ആവശ്യം. എന്തായാലും PP ദിവ്യയ്ക്ക് ഇനി അത്ര നല്ല നാളുകളല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. വീണ്ടും തുടർഭരണം കിട്ടും എന്നൊക്കെ കരുതിയതായിരുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്ന് മതിച്ചു പുളയ്ക്കാമെന്ന് സഖാത്തികൾ വലിയ ആവേശത്തിലുമായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. തോൽവി അതിദയനീയമായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇതിലും വലിയ അടിയൊന്നും കിട്ടാനില്ല. അതും പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കന്റെ കാലത്ത് തന്നെയാണ് വീണ്ടും അടി കിട്ടി നിലത്തേക്ക് വീണിരിക്കുന്നത്. എന്തായാലും നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് PP ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് പല പോസ്റ്റുകൾ, അതായത് ഈ പറയുന്ന ദിവ്യയെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാം കൃത്യമായി മനസ്സിലാക്കുക, നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് തെളിയിക്കാൻ ഇവിടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല, വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഇനിയും അയാൾ കൈക്കൂലിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അങ്ങേയറ്റം അധിക്ഷേപിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ജനങ്ങൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. കാരണം ഈ PP ദിവ്യയെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയെല്ലാം പൂര തെറിവിളിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ എതിർപ്പിലേക്കും പൊട്ടിത്തെറിയിലേക്കും ഈ വിഷയം എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.